കാണാം കത്തിക്കരിഞ്ഞ നോട്ട് പോലായി മാറും. എൻ്റെ കൈ പോലും മൈലാഞ്ചിയിട്ട കൈമാരിയാണ്. ഞാൻ കൈ കഴുകി കാണിച്ചു തരാം. ഈ കറ പോകില്ല, അത്ര കഠിനമായ കറയാണ്. ഈ നോട്ട് തന്നെ നിങ്ങൾ നോക്കിക്കോളിൻ. അപ്പം ഇനിയിപ്പോൾ ഈ നോട്ടുമെന്ന് ഈ കറ പോകും. ഈ നോട്ട് ഇന്ന് റിസർവ് ബാങ്ക് പ്രിന്റ് ചെയ്ത പുതിയ നോട്ടാക്കി കാണിച്ചു തരാം കേട്ടോ. അടിച്ചിറക്കിയ റിസർവ് ബാങ്ക് തിരിച്ച് സ്വീകരിക്കാത്ത ഒരു നോട്ടുണ്ടെങ്കിൽ ഇതുപോലെ മഷി കറകളായെന്ന് റിട്ടെടുക്കല്ല. ഇത് മനഃപൂർവ്വം ഒരാളാക്കിയതാണെന്ന് പറഞ്ഞാൽ ആക്കിയ ആളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും. കൊണ്ടുപോയാലോ ജാമ്യം പോലും തരികയില്ല. കാരണം നോട്ടിനെ നശിപ്പിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ രാജ്യദ്രോഹ കുറ്റം എന്ന് പറയുന്ന കുറ്റത്തിനാണ് അറസ്റ്റ് ചെയ്യുക. രാജ്യദ്രോഹ കുറ്റത്തിന് അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ജാമ്യം കിട്ടുകയില്ല. ജാമ്യം കിട്ടാത്ത വകുപ്പാണ്. എന്നിട്ട് പോലും ഞാൻ ഇത്ര ധൈര്യത്തിൽ ഇത് കാണിക്കാൻ കാരണം ഞാൻ വിൽക്കുന്ന മരുന്ന് കൊണ്ട് പോകാത്ത ഒരു കറയേ ഉള്ളൂ. ഇരുമ്പുകറ പോകുകയില്ല. ഇരുമ്പുകറ മായ്ക്കുന്ന മരുന്ന് എൻ്റെ അടുത്തുണ്ട്. ആ മരുന്ന് കൊണ്ട് ഇരുമ്പുകറ മാത്രമേ മായ്ക്കാൻ സാധിക്കൂ. പക്ഷേ ഈ മരുന്ന് കൊണ്ട് ഇരുമ്പുകറ ഒഴിച്ച് ബാക്കി എല്ലാ കറയും മായ്ക്കാം. ഈ നോട്ട് ഇവിടെ ഇരിക്കും തോറും നിങ്ങൾക്ക് കാണാം കത്തിക്കരിഞ്ഞ നോട്ട് പോലായി മാറും. ഞാൻ കൈ കഴുകി കാണിച്ചു തരാം. ഈ കറ പോകില്ല, അത്ര കഠിനമായ കറയാണ്. ഈ നോട്ട് തന്നെ നിങ്ങൾ നോക്കിക്കോളിൻ. അപ്പം ഇനിയിപ്പോൾ ഈ നോട്ടുമെന്ന് ഈ കറ പോകും. ഈ നോട്ട് ഇന്ന് റിസർവ് ബാങ്ക് പ്രിന്റ് ചെയ്ത പുതിയ നോട്ടാക്കി കാണിച്ചു തരാം കേട്ടോ. അതിന് മുന്നേ ഞാൻ ഈ നോട്ടൊന്ന് വെള്ളത്തിൽ കഴുകി കാണിച്ചു തരാം. ഇരിക്കും തോറും കത്തിക്കഴിഞ്ഞ നോട്ടായി മാറി. ഈ നോട്ടിനെ മുന്നേ ഒന്ന് സൈഡ് കൊടുക്കുമ്പോൾ വണ്ടി പോകുന്നത്. ഈ നോട്ടിനെ ഞാൻ വെള്ളത്തിൽ കഴുകി കാണിച്ചു തരാം. വെള്ളത്തിന് കുറച്ച് കഴിവുണ്ട്. ഇതിൽ നിന്ന് പോകുന്നത് കളറുള്ള വെള്ളമാണ്. കുറച്ച് വെള്ളത്തിൽ കുറച്ച് കറ പോയി കിട്ടിയിട്ടോ. ചെല്ലി വിചാരിക്കും ചിലപ്പോൾ സോപ്പിട്ട് എഴുതാൻ പോകുന്ന കറയാണെന്ന്. ഞാൻ സോപ്പിട്ട് എഴുതി കാണിച്ചു തരാം. നമുക്കറിയാം നോട്ട് പേപ്പറാണ്. വെള്ളത്തിലും സോപ്പിലും കഴുകി കഴിഞ്ഞാൽ പിഞ്ചി കീറിപ്പോവും. ആർക്ക് കൊടുത്താൽ ഇത് കഴുകിയ നോട്ടാണ്, ഇത് വേണ്ട എന്നാണ് പറയുക. പക്ഷേ ഈ നോട്ട് ഞാൻ ആരുടെ കയ്യിലേക്ക് തരാം? എൻ്റെ ഈ മരുന്നിട്ടിച്ച നോട്ടാണോ? നോട്ടിന് പ്രിൻറ്റിങ്ങിനോ പേപ്പറിനോ ഒരു ഡാമേജോ എന്തിനെ ഇത് കഴുകിയ നോട്ടാണെന്നോ? ഈ നോട്ടിൽ വെള്ളത്തിൽ കഴുകി സോപ്പിട്ട് പോകാത്ത കറയോ അഴുക്കോ ഒന്നും കാണിച്ചാൽ സൈക്കിൾ ഇതിനപ്പുറം കഴുകിയാൽ നോട്ട് പിഞ്ചി കീറിപ്പോട്ടോ. വെള്ളത്തിൽ കഴുകി സോപ്പിട്ട് കഴുകി ഈ കറ ഈ 50 രൂപ ഞാൻ ഈ തിരൂരല്ല, കേരളത്തിലല്ല, ഇന്ത്യയിൽ എവിടെ കൊടുത്താലും 50 രൂപ വിലയുടെ ഒരു വസ്തു ആരും തരികയില്ല. ഈ 50 രൂപ ഉപയോഗശൂന്യമാണ്. പക്ഷേ ഞാൻ വിൽക്കുന്ന മരുന്ന് മോനെ വീണ്ടും ഒരു കുപ്പി മോനെ എടുത്തു തരും. ഏതെങ്കിലും ഒരെണ്ണം ഞാൻ ഒരെണ്ണം എടുക്കും. ചെല്ലുമായിരിക്കും അത് ഒറിജിനൽ, ബാക്കിയുള്ള ഡ്യൂപ്ലിക്കേറ്റ് ആയിരിക്കും. ഈ 50 രൂപ നോട്ട് ഇന്ന് റിസർവ് ബാങ്ക് ഈ ഡ്രസ്സിൽ ഈ കൊടുത്തിൽ ആരെയും ഡ്രസ്സിൽ കറയുള്ളൊരു വ്യക്തി ഉണ്ടോ? കറയുള്ള ആരെങ്കിലും ഈ കൊടുത്തിട്ടുണ്ടോ? കറയുണ്ടെങ്കിൽ ഇതെങ്ങനെയാണെന്ന് അറിയാമോ? ഒഴിക്കുന്നതല്ല. ഈ ചെറിയ കുപ്പി 150 തുള്ളിയാണുള്ളത്. 15 മില്ലിയാണ്. ഈ 150 തുള്ളി ഒരു കറയുള്ള ഭാഗത്ത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ടച്ച് ചെയ്താൽ മതി, കറ എപ്പോഴും മായും. ഈ നോട്ടിൽ ഞാൻ ഈ മരുന്ന് ഒഴിക്കുകയാണ് ചെയ്യുന്നത്. ഈ നോട്ട് ഏത് നോട്ടാണെന്ന് നിങ്ങൾക്കറിയാമോ? വെള്ളത്തിൽ കഴുകി അവശനാക്കിയ നോട്ടാണ്. സോപ്പിട്ട് കഴുകി അവശനാക്കിയ നോട്ടാണ്. ഒരു തുള്ളി മരുന്നിട്ടിച്ചാൽ വാഴക്കറ പോലും മായ്ക്കാൻ കഴിവുള്ള ഈ മരുന്ന് 10-20ഓളം തുള്ളിയാണ് ഈ നോട്ടിൽ ഇട്ടിച്ചേക്കുന്നത്. വെള്ളത്തിൽ കഴുകി സോപ്പിട്ട് അവശനാക്കി ഈ നോട്ടിൽ 10-20 തുള്ളി മരുന്ന് ഇട്ടിച്ചിട്ടുണ്ട്. പക്ഷേ ഈ നോട്ടിന് പ്രിൻറ്റിങ്ങിനോ പേപ്പറിനോ ഒരു ഡാമേജോ ഈ നോട്ടിൽ ഒരു തുള്ളി അഴുക്കോ ഒരു കറയോ ഒന്നും കാണിക്കാൻ സാധിക്കില്ല. ഇന്ന് റിസർവ് 30 രൂപ 150 തുള്ളി വായിക്കാട്ടോ. ഡ്രസ്സിൽ കറയുള്ള ആരെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ മുന്നോട്ട് ഒന്നിനും സാമ്പിൾ കാണിച്ചു തരാം. അതുപോലെ തന്നെ ഫ്രഷ് നോട്ട് മോനെ ഈ നോട്ടൊന്ന് പിടിച്ചു നോക്കിയേ. ഈ നോട്ടിന് പ്രിൻറ്റിങ്ങിനോ പേപ്പറിനോ ഡാമേജോ കനക്കുറവോ കഴുകിയ നോട്ടാണെന്ന് ആരെങ്കിലും പറയുമോ മോനെ? അതുപോലെ തന്നെ പേന കൊണ്ട് ഷർട്ടിൽ ഇത് നിർത്തും. എന്തല്ലേ, ഒന്നും പറയാനില്ലല്ലേ. അതേ ഫ്രഷ്നെസ്സിലേക്ക് ആ നോട്ട് തിരിച്ചു കൊണ്ടുവന്നപ്പോൾ ഈ കണ്ട ഇത് വാങ്ങാൻ വന്നവരും കാഴ്ചക്കാരും എല്ലാവരും അത്ഭുതപ്പെടുത്തി എന്നുള്ളത് തന്നെയാണ്. അത്രയ്ക്കും ഡാമേജ് ആയിട്ടുണ്ടായിരുന്നു. ഞാനും തന്നെ മൂപ്പര് എന്താണ് സംഭവിക്കുക എന്നുള്ളത്, ഇങ്ങനെ മൂപ്പര് എന്താ ചെയ്യാൻ പോകണമെന്നുള്ളത് നോക്കി ഇങ്ങനെ നിൽക്കുന്നു. പക്ഷെ മൂപ്പര് നമ്മളെ ആകെ ഞെട്ടിച്ചു എന്ന് തന്നെ പറയാം കേട്ടോ. അത്രയ്ക്കും ഡാമേജായ നോട്ടായിരുന്നു. ഇതുപോലെ എത്രയോ ഡാമേജായ നോട്ടുകൾ വീട്ടിലുണ്ടാവൂലേ. അപ്പോൾ അതിലൊക്കെ കറ കളയാൻ പറ്റിയ ഒരു സംഭവമാണ് മൂപ്പരുടെ അടുത്തുള്ളത്. ഇതുപോലെ ഒരു 5, 8, 10 തുള്ളിയാണ്ട് ഇട്ടിക്കുക, ഒരൊറ്റപ്പിടുത്തം. അതോടുകൂടി അതിൻ്റെ ആ തിരിച്ചുവരവാണ്, ആ ഒരു ഫ്രഷായ നോട്ടിൻ്റെ ആ ഒരു ലെവലിലേക്ക് അത് എത്തിക്കുന്നത് കണ്ടപ്പോൾ നിങ്ങളിലേക്കാണ്ട് എത്തിക്കണം തോന്നി. കുറേ ആളുകൾക്കൊക്കെ ഉപകാരപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ തിരൂർ മാർക്കറ്റിലാണ് പുള്ളിക്കാരൻ ഉണ്ടാവുക കേട്ടോ. പല ഭാഗത്തും ഉണ്ടാവലുണ്ട്. പക്ഷെ തിരൂർ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിത് വാങ്ങാം. ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്പെടും. അതുകൊണ്ട് മാത്രമാണ് ഞാനിത് നിങ്ങളിലേക്ക് എത്തിച്ചിട്ട്. പറ്റുന്നവരൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഒന്ന് അയച്ചു കൊടുത്തേക്ക്. ചിലപ്പോൾ പലരും ഇതുപോലെ കറ പിടിച്ചിട്ടുള്ള പല വസ്തുക്കൾ കൊണ്ടും കുടുങ്ങിയിട്ടുള്ളവരുണ്ടാകും. അവർക്കിതൊരു ഉപകാരപ്പെടട്ടെ.